നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 7-8 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ 7-8 മാസങ്ങൾക്കുള്ളിൽ കേരള രാഷ്ട്രീയത്തിൽ ചില സുപ്രധാന നീക്കങ്ങൾ നടക്കുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. മൂന്നാം തവണയും അധികാരത്തിലേറാൻ പിണറായി വിജയൻ ഒരുങ്ങി നിൽക്കുകയാണ്. CPM വൃത്തങ്ങൾക്കും ഇപ്പോൾ വലിയ ആത്മവിശ്വാസം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ തടഞ്ഞു നിർത്താൻ കോൺഗ്രസിലും UDFിലും ഉണ്ടായ ആശയക്കുഴപ്പങ്ങളെയും പടലപ്പിണക്കങ്ങളെയും ഉപയോഗിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പിണറായി വിജയനും CPMഉം. എന്നാൽ അതിനേക്കാൾ ചില നീക്കങ്ങൾ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ചില മുതിർന്ന UDF നേതാക്കൾക്കെതിരെ കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്നും മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ കൂടെ ചില കോൺഗ്രസ് നേതാക്കളെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ പിണറായിയുടെ പണിശാലയിൽ തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. പ്രമുഖ UDF നേതാക്കൾക്കെതിരെ ചില കേസുകൾ വരുന്നതിനോടൊപ്പം തന്നെ ചില സീനിയർ കോൺഗ്രസ് നേതാക്കൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിക്കും. ഇടതുമുന്നണി പിന്തുണയോടുകൂടിയോ അതല്ലെങ്കിൽ CPMന്റെ പാർട്ടി ചിഹ്നത്തിലോ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കും എന്നുള്ള സൂചന ഇപ്പോൾ CPMൽ നിന്നും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഒന്നൊന്നര ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയൻ. കോൺഗ്രസ് ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഏതറ്റം വരെയും പോകാൻ പിണറായി വിജയൻ ഒരുങ്ങുകയാണ്. കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്ത് നിന്നുമുള്ള ചില നേതാക്കളെ അടർത്തിയെടുത്ത്, ചില നേതാക്കളെ മുസ്ലിം ലീഗിൽ നിന്ന് പോലും അടർത്തിയെടുത്തുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്രരുടെ നേതൃനിര തന്നെ അവതരിപ്പിക്കാൻ പിണറായി വിജയൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സീറ്റുകളിലും കോൺഗ്രസ് നേതാക്കളെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി കൊണ്ടുവരാനും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ചില സീറ്റുകളിൽ അത് കോൺഗ്രസ് പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള ചില സീറ്റുകളിൽ അവിടെ നിന്നുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ, അതും പ്രാദേശികമായി നല്ല ശക്തിയായ ബന്ധങ്ങളുള്ള കോൺഗ്രസ് നേതാക്കളെ തന്നെ അവതരിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗിൽ നിന്ന് ഏതാണ്ട് 2 നേതാക്കളെങ്കിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോഴേ പിണറായി വിജയൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ചില നേതാക്കൾ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അത് എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലും ഉണ്ടാകുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കിയിലും ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം നിന്ന് തോറ്റുപോയ ആളാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനു മുമ്പ് 3 തവണ MLA ആയിരുന്ന നേതാവാണ്. അദ്ദേഹം അടക്കമുള്ള ചില നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ജില്ലകളിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ UDFിലുണ്ടാകുന്ന തേരോട്ടം തടഞ്ഞു നിർത്താൻ പിണറായി വിജയൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. കാരണം കോൺഗ്രസിനുള്ള UDFിനുള്ള എതിരാളികളെ ആ പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ആ മുന്നണിയിൽ നിന്ന് കണ്ടെത്തുക എന്ന തന്ത്രമാണ് പിണറായി പ്രയോഗിക്കാൻ പോകുന്നത്. അസംതൃപ്തരായ നേതാക്കൾക്ക് കോൺഗ്രസിലും UDFിലൊന്നും ഒരു പഞ്ഞവുമില്ല, മുസ്ലിം ലീഗിലും പഞ്ഞമില്ല. ഇനി അബ്ദുൾ റഹ്മാനൊക്കെ പകരം അല്ലെങ്കിൽ KT ജലീലിനൊക്കെ പകരം ലീഗിൽ നിന്നുള്ള ചില നേതാക്കളെ തവനൂർ പോലുള്ള മണ്ഡലങ്ങളിൽ, കുറ്റിപ്പുറം പോലുള്ള മണ്ഡലങ്ങളിൽ, താനൂർ പോലുള്ള മണ്ഡലങ്ങളിൽ നിർത്താനുള്ള പരിപാടിയും പിണറായി വിജയന് ഉണ്ട്. അത് ലീഗിൽ അദ്ദേഹത്തിന് ചില ബന്ധങ്ങൾ ഉപയോഗിച്ച് അത് ഏതാണ്ട് സാധ്യത പ്രായമായി എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തും കോട്ടയത്തുമെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അവതരിക്കുന്ന കാലം വിദൂരമല്ല. ഏതായാലും 8 മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, UDF ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ, മണ്ഡലങ്ങളിൽ അവിടെ CPM സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് നേതാക്കളോ UDF നേതാക്കളോ ആയിരിക്കും. അതിനുള്ള നീക്കം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പിണറായി വിജയൻ വീണ്ടും ഞെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് കേരളം കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്.